ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ ഗബ്രൂട്ടനെയും കൊണ്ട് നമ്മൾ ചെക്കപ്പിന് പോവാണ്. പൊള്ളലേറ്റിൻ്റെ സർജറിയൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെക്കപ്പ് ഉണ്ട്. ആഴ്ച 3 ദിവസം നമ്മൾ പോകണം. അപ്പോൾ ഇന്നാണത് പോകേണ്ടത്. അങ്ങനെ ഞാനും ഗബ്രൂട്ടനും നമ്മുടെ പ്രിൻസ് മോനും കൂടി ചേർന്ന് പോവാണ്. ഇത്രയും ദിവസം നമ്മൾ ഓട്ടോയ്ക്കകത്താണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. മോനെ മുറിവൊക്കെ കരിയാനൊക്കെ ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മൾ ഓട്ടോയ്ക്കകത്ത് പോയി. ഇന്ന് ഫസ്റ്റ് ടൈം ഞങ്ങൾ ബൈക്കിൽ പോകാൻ പോവാണ്. എന്താവുന്നൊന്നും അറിയത്തില്ല. കുറേ നാളിന് ശേഷം കേട്ടോ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ പോകുന്നത്. 3-4 മാസത്തിന് മേളിലായി മോനുമായിട്ട് ഇങ്ങനെ പോയിട്ട്. ഇപ്പോഴാണ് പോകാൻ പോകുന്നത്. എന്താവുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആണ് കേട്ടോ. എന്താ ഗബ്രൂസേ എന്താ എന്തേ എന്തേ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു ഗബ്രൂട്ട്. അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ഒരിടത്ത് ഇരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും നടക്കണമായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്തി കേട്ടോ. ഇനി ബുധനാഴ്ചയും കൂടി പോകണം. നമ്മുടെ ഗബ്രൂട്ടന് ഒരുപാട് മാറ്റമുണ്ടെന്ന് എന്തായാലും ഡോക്ടർ പറഞ്ഞു. ഒത്തിരി മാറ്റമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഗബ്രൂട്ടന് ഭയങ്കര സന്തോഷം. ഹോസ്പിറ്റലിൽ വെച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അന്യായ കരച്ചിലായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്. ചെല്ലുന്ന ചേച്ചി എടുത്തേ ക്ലിപ്പ് അയച്ചു തരാം. അയ്യോ, ഇപ്പോൾ ഭയങ്കര മടിയാണ് എല്ലാവരുടെ പോകാനായിട്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ വെച്ച് ഞാൻ എടുത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേ അന്യായ കരച്ചിലങ്ങ് എടുത്തുകൊണ്ട് നടന്നിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുക. എന്താ ചെയ്യാനായിട്ടാ? വേണ്ട ചേച്ചി പെണ്ണ് ചെല്ല് ചെല്ല് ചെല്ല്. പൈ എന്തായാലും ഡോക്ടർ കുഴപ്പമില്ലയെന്ന് പറഞ്ഞപ്പം ഒരു സമാധാനമുണ്ട് എന്തായാലും. അപ്പോൾ ഇനി ബുധനാഴ്ചയും കൂടി പോയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ പോയി കിട്ടി. ഫുഡൊന്നും കഴിച്ചില്ല. ഇനി വേണം എല്ലാം കഴിക്കാൻ. മോനും ഇച്ചിരി പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇനി അവനും കൊടുക്കണം എന്തെങ്കിലുമൊക്കെ. ഫ്രണ്ട്സും ഒന്നും കഴിച്ചില്ല. എല്ലാവരും ഇന്ന് പട്ടിണിയായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഗബ്രൂട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് പേര് അതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി നേരുന്നു. അതുപോലെ തന്നെ ഗബ്രൂട്ടന് ഇപ്പോൾ അത്യാവശ്യം മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.